രാജ്യത്ത് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 94 മണ്ഡലങ്ങളിലാണ് ഇന്ന് വിധി എഴുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഗാന്ധിനഗർ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി. അമിത്ഷാ മത്സരിക്കുന്ന മണ്ഡലമാണ് ഗാന്ധിനഗർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കുടുംബവും അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തി. ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകത്തിന് മാതൃകയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. हम लोगों ने देश में भारत की चुनावी प्रक्रिया कैसी है, चुनावी मैनेजमेंट कैसा है और दुनिया के लोकतंत्र के लिए ये बहुत ही बड़ा सीखने योग्य एग्जाम्पल है। दुनिया की बड़ी बड़ी यूनिवर्सिटी ने केस स्टडी करना चाहिए। आज दुनिया में करीब 64 कंट्रीज में चुनाव है, उन सबका कंपैरिजन करना चाहिए। और ये वर्ष एक प्रकार से लोकतंत्र का उत्सव न सिर्फ भारत में, पूरी दुनिया में है। और भारत ने दुनिया में जो भी अच्छी चीजें हैं वो चुनावी व्यवस्था में विकसित की है। और मैं मानता हूं कि इलेक्शन कमीशन इसके लिए बहुत बहुत अभिनंदन का अधिकारी है। ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, രാജ്യത്തെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? 10 സംസ്ഥാനങ്ങൾ, ഒരു കേന്ദ്രഭരണ പ്രദേശം, ഇവിടങ്ങളിലെ 93 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതേപോലെ തന്നെ മറ്റ് പ്രമുഖ അനവധി വ്യക്തിത്വങ്ങൾ ഇതിനോടകം തന്നെ വോട്ട് ചെയ്തിരിക്കുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി ഈ വോട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം വ്യക്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്സവത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കാളികളാകണം. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത ആ ഒരു എഫേർട്ട്, അതിനെയും പ്രധാനമന്ത്രി അഭിനന്ദിക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് അഹമ്മദാബാദിൽ തന്നെയുള്ള പോളിംഗ് സ്റ്റേഷനിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുടുംബത്തോടൊപ്പം വന്ന് വോട്ട് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഈ പോളിംഗ് സ്റ്റേഷനോട് തൊട്ടടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ കുടുംബത്തോടൊപ്പം ദർശനം നടത്തുകയും ആരതി മറ്റ് പൂജകൾ നടത്തുകയും ചെയ്തിരിക്കുകയാണ്. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പശ്ചിമ ബംഗാളിൽ മാത്രമാണ് ഈ വോട്ടിംഗ് പ്രക്രിയയിൽ ഇടയിൽ ചില അക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ 4 ഇടങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. അവിടങ്ങളിൽ TMCയുടെ പ്രവർത്തകർ, തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വ്യാപകമായി അക്രമങ്ങൾ അഴിച്ചുവിടുന്നു എന്നുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ താൽക്കാലികമായി പോളിംഗ് തടസ്സപ്പെട്ടു. മാത്രമല്ല, മറ്റ് ചിലയിടങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ പ്രശ്നങ്ങൾ മൂലവും വോട്ടിംഗ് പ്രക്രിയ തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അക്രമം നടന്ന സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസിനെ അടക്കം വിന്യസിച്ചുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷം ശാന്തമാക്കി വീണ്ടും വോട്ടിംഗ് പ്രക്രിയയിലേക്ക് തുടരുവാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസമാണ് BJP സംബന്ധിച്ചിടത്തോളം ഉള്ളത്. 93 മണ്ഡലങ്ങളിൽ 80 ഇടവും NDA ഭരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ NDAയുടെ കൈവശമുള്ള മണ്ഡലങ്ങളാണ്. സ്വാഭാവികമായും 2019 അപേക്ഷിച്ച് 2024 BJPക്ക് താഴെത്തട്ടിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം വർദ്ധിച്ച ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ ഈ 93 മണ്ഡലങ്ങൾ, ആ 93 മണ്ഡലങ്ങളിലും താമര വിരിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. അതേസമയം കോൺഗ്രസ് ഇതിനെ പരമാവധി ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. രാഷ്ട്രീയ ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പല രീതിയിൽ കോൺഗ്രസ് BJPയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ വലിയ പ്രതിരോധം തീർത്തുകൊണ്ട് തിരിച്ച് ആക്രമിക്കുകയാണ് അവിടെ BJP ചെയ്യുന്നത്. നിലവിൽ രാഹുലിനും പ്രിയങ്കയ്ക്കും അതേപോലെ തന്നെ നെഹ്റു കുടുംബത്തിനുമെതിരെയൊക്കെ തന്നെ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, നേതാക്കളുടെ വലിയ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ അടക്കം വലിയ രീതിയിൽ ബാധിച്ച സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലെ PCC അധ്യക്ഷനടക്കം രാജിവെച്ചു പോയ സ്ഥിതിയുണ്ട്. അങ്ങനെ നേതാക്കളുടെ ഒരു അഭാവവും കോൺഗ്രസിന് മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. ഇതിനോടകം തന്നെ പല വ്യക്തിത്വങ്ങളും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BCCയുടെ പ്രസിഡൻ്റായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ജയ്ഷാ, അതേപോലെ തന്നെ മറ്റു കുടുംബാംഗങ്ങൾ, മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അതേപോലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി മങ്കുഷ് മാണ്ഡവ്യ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇതിനോടകം തന്നെ വോട്ട് ചെയ്തു. ഇനി ജ്യോതിരാദിത്യ സിന്ധ്യ, പ്രഹ്ലാദ് ജോഷി അടക്കമുള്ളവർ വോട്ട് ചെയ്യാനിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ വോട്ട് ചെയ്യുവാനും എത്തുന്നു. അതേപോലെ തന്നെ
മത്സര രംഗത്തുമുണ്ട്. ഏതാണ്ട് 1300 പേരാണ് ഇന്നത്തെ ഈ ഒരു മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാറ്റുരയ്ക്കുന്നത്. അതിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ അതിൽ വലിയൊരു ശതമാനം സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതും BJPയുടെ കാൻഡിഡേറ്റായിട്ടാണ് കൂടുതലും സ്ത്രീകൾ മത്സരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ 93 ഇടങ്ങളിലും വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ഉള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് ഈ പ്രവർത്തനങ്ങൾ, കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് വിലയിരുത്തിയാകും ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളൊരു കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ അത് എല്ലാ തരത്തിലും BJPക്ക് അനുകൂലമായി വരുമെന്നുള്ളൊരു നിലപാടാണ് BJPക്കുള്ളത്. അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള വർഗീയ കാർഡ് ഇളക്കിക്കൊണ്ട് ഇപ്പോൾ നിലവിൽ രാജ്യത്ത് നിൽക്കുന്ന ആ ഒരു സ്വസ്ഥഭാവത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതായത് ഭിന്നിപ്പിച്ച് വോട്ട് നേടുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് പ്രധാനമായും BJP ആരോപിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ പല രീതിയിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുവെന്നും BJP ആരോപിക്കുന്നു. ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കുമ്പോഴും ഇനി അടുത്ത മറ്റ് ഘട്ടങ്ങളിലേക്ക് കൂടി പോകുമ്പോൾ അവിടെ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.